തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം ഒന്നാം ഘട്ടം ഇതാ 7 ജില്ലകളിൽ ആയി ഉള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാറ്റുരയ്ക്കുന്നു. അവരുടെ ജനസമ്മതിദാന അവകാശം രേഖപ്പെടുത്തുന്നതിലേക്ക് പോകുന്നു. അതിൻ്റെ ഏറ്റവും മുന്നോടിയായുള്ള ആ പരസ്യപ്രചരണം ഇതാ പൂർത്തിയാവുകയാണ്. ഇപ്പോൾ 6 മണിയോടുകൂടി പരസ്യപ്രചരണത്തിന് വിരാമമാകും. പിന്നീട് നിശബ്ദ പ്രചരണത്തിൻ്റെ ഒരു നാൾ, അതിനുശേഷം മറ്റന്നാളാണ് 7 ജില്ലകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവിടേക്കുള്ള തങ്ങളുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാനുള്ള ജനങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുക. അതിലേക്ക് മറ്റന്നാൾ ആണ് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ്, വോട്ടെടുപ്പ്. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഈ പ്രചരണത്തിലാകെ അലയടിച്ച വിഷയങ്ങളാണ്, രാഷ്ട്രീയ വിഷയങ്ങളാണ്. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമുള്ള വിഷയങ്ങൾ, പ്രാദേശിക തലത്തിലുള്ള വിഷയങ്ങൾ, വ്യക്തികളുടെ മികവുകൾ ഒക്കെ മാറ്റുരച്ച് തർക്കിച്ച് സംവദിച്ച് ഒക്കെ തീർത്ത പ്രചരണത്തിൻ്റെ വലിയ മുഖം, ആ മുഖം ആണ് ഏതർത്ഥത്തിൽ ആവേശത്തിൻ്റെ കൊടുമുടിക്ക് ശേഷം സമ്മതിദാന അവകാശമായി മാറും എന്നുള്ളതാണ്. തിരുവനന്തപുരത്തേക്ക് നമുക്ക് പോകാം. വിവിധ ജില്ലകളിലെ ആസ്ഥാനങ്ങളിൽ വലിയ രീതിയിൽ കൊട്ടിക്കലാശത്തിൻ്റെ ആവേശമാണ്. തിരുമലയിൽ നിന്ന് LDFിൻ്റെ സ്ഥാനാർത്ഥിക്കൊപ്പം നിർഭൻ ചക്രവർത്തിയുണ്ട്. നിർഭൻ ചക്രവർത്തി, തിരുമല അനിൽ എന്ന BJP നേതാവിൻ്റെ ആത്മഹത്യ BJP വലിയ പ്രതിരോധത്തിലാക്കിയതാണ്. അവരുടെ സ്ഥാപനങ്ങളിൽ നടക്കുന്ന അഴിമതികളെ സംബന്ധിച്ച് പുറത്തെത്തിച്ചതാണ്. കൈരളി ന്യൂസ് അടക്കം നിരവധി എക്സ്ക്ലൂസീവായി ആ വാർത്തകൾ നൽകിയതാണ്. അതൊക്കെ ഉൾപ്പെടുന്ന പ്രദേശത്താണിപ്പോൾ നിർഭനുള്ളതല്ലേ കൊട്ടിക്കലാശവേളയിൽ? തീർച്ചയായും അജിംഷാദ് നമ്മളിപ്പോൾ തിരുമല വാർഡിലാണ്. തിരുമല വാർഡിന് അജിംഷാദ് പറഞ്ഞതുപോലെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. തിരുമല അനിൽ സിറ്റിംഗ് കൗൺസിലർ ആത്മഹത്യ ചെയ്തു. BJPയുടെ കൗൺസിലർ ആത്മഹത്യ ചെയ്ത വാർഡാണ്. ആ വാർഡിൽ ശക്തമായ മത്സരമാണ്. ഇവിടെ തിരുമലയിൽ ആ രാഷ്ട്രീയം തന്നെ തിരുമലയിൽ ചർച്ച ചെയ്യുന്നു. അതിൻ്റെ ഒരു ആരവവും ആവേശവും ഉണ്ട്. ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായി വിധി എഴുതും എന്ന് തന്നെയാണ് എനിക്ക് പിന്നിൽ കാണുന്ന വലിയ ജനസഞ്ചയത്തെ കാണാൻ കഴിയുന്നത്. വനിതകൾ, വിദ്യാർത്ഥികൾ, ആപാലവൃത്തം ജനങ്ങളുടെ വലിയ സഞ്ചയമുണ്ട്. തിരുമലയിൽ ഗംഗ ടീച്ചറാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. നേരത്തെ അജിംഷാദ് പറഞ്ഞതുപോലെ തിരുമലയിൽ എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ പ്രത്യേകത ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് തിരുമല അനിലിൻ്റെ മരണമാണ്. BJPയുടെ സിറ്റിംഗ് കൗൺസിലർ അനിലിൻ്റെ മരണം. തുടർന്ന് ഈ തിരുമലയിൽ ആ നിലയിൽ ഇവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ട്. ഗംഗ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അജിംഷാദ് നമ്മുടെ റീഡർ പറയുമായിരുന്നു, തിരുമല ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വാർഡാണ്. അത് തിരുമല അനിലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് BJPക്കുള്ളിലുള്ള ആഭ്യന്തര കലാപമുണ്ട്. ഒപ്പം തന്നെ തൃക്കണ്ണാപുരത്ത് ആനന്ദിൻ്റെ മരണം, ഇതൊക്കെ തന്നെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. തിരുമലയിൽ എങ്ങനെ LDFിന് അനുകൂലമായ തരംഗമാണ്, വോട്ടായി മാറുമോ? തിരുമലയുടെ ഒരു വലിയ പ്രതീക്ഷ കൂടി തന്നെയാണത്. കാരണം എന്തായിരുന്നാലും തിരുമല LDF പിടിച്ചെടുക്കുന്നുള്ള എല്ലാവിധ ആവേശവും ഞങ്ങളുടെ അപ്പോൾ ഉണ്ട്. എന്തായിരുന്നാലും 10 വർഷമുള്ള BJPയുടെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കും. അത് എന്തായിരുന്നാലും ഉറപ്പായിട്ടുള്ള കാര്യം. തിരുമലയിൽ ചർച്ച ചെയ്യുന്ന ഒന്ന് വികസന മുരടിപ്പ്. കാരണം BJPയുടെ സിറ്റിംഗ് സീറ്റാണ്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വിവാദങ്ങളുണ്ട്. വലിയ തരത്തിലുള്ള ഇത്തരം കാര്യങ്ങൾ LDF സർക്കാർ, ഒന്നാം പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ നടത്തിയ ക്ഷേമപ്രവർത്തനങ്ങൾ, വികസനം, അടിസ്ഥാന സൗകര്യങ്ങൾ, പശ്ചാത്തല സൗകര്യ വികസനം, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ വാർഡിൽ ചർച്ചയാകുന്നുണ്ടോ? ഞാനിപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവേശം ഒന്ന് കാണിക്കാം. പുറത്ത് ഈ ജാഥയുടെ പുറത്തേക്ക് വലിയ തരത്തിലുള്ള ആവേശമുണ്ട്. സ്ത്രീകൾ, വിദ്യാർത്ഥികൾ, അങ്ങനെ സമസ്ത മേഖലയിലുള്ളവരുടെ വലിയ ആവേശം കാണാം. ഗംഗ ടീച്ചർ ഈ പ്രദേശത്ത് വലിയ തരത്തിൽ സ്വീകാര്യമായിട്ടുള്ള സ്ഥാനാർത്ഥി കൂടെയാണ്. ഗംഗ ടീച്ചറാണ്. അപ്പോൾ ഗംഗ ടീച്ചർ എന്ന നിലയിൽ വോട്ടർ ചേരി പലയിടത്തും പോകുമ്പോൾ എല്ലാ വീടുകളിലൊക്കെ ടീച്ചർ പഠിപ്പിച്ച കുട്ടികളൊക്കെ കാണും. അതൊക്കെ തന്നെ ആവേശമായി മാറുന്നുണ്ടോ, വോട്ടായി മാറുമോ? വലിയൊരു കരുത്ത് തന്നെയാണ് എനിക്ക് തിരുമലക്കാരും എൻ്റെ നാട്ടുകാരും എൻ്റെ പ്രിയ വോട്ടർമാരെല്ലാവരും എനിക്ക് മുമ്പോട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായിരുന്നാലും ഒരു വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. വളരെ ആവേശത്തോടുകൂടി കണ്ടില്ലേ, പുറകിൽ ഒരു വലിയ ചെങ്കടലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 100% എന്ത് വന്നാലും ഈ വട്ടം നമ്മൾ വിജയിച്ചിരിക്കും. അജിംഷാദ് കേട്ടല്ലോ, തിരുമലയുടെ രാഷ്ട്രീയം എങ്ങനെയാണ് ചുവപ്പിലേക്ക് മാറുന്നുണ്ട്. മുമ്പ് തിരുമല LDFിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. ഇടയ്ക്ക് കൈമോശം വന്ന സീറ്റാണ്. അതാണ് BJPയിലേക്ക് പോയത്. അതിനുശേഷം ഈ പറയുന്ന ഈ വിവാദങ്ങൾക്ക് ശേഷം തിരുമല വീണ്ടും LDF പിടിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ്. എനിക്ക് പിന്നിൽ കാണുന്ന സ്ത്രീകൾ, കുട്ടികൾ, വിദ്യാർത്ഥികൾ, സമൂഹത്തിൻ്റെ സമസ്ത മേഖലയിലുള്ള മനുഷ്യരും ഈ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തിരുമല ഇത്തവണ ഇടത്തേക്കാണ് എന്നതാണ് ഇത് നൽകുന്ന സൂചന.
ഗംഗ ടീച്ചറാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. ഒപ്പം തന്നെ ഈ പ്രദേശത്ത് അത്രയേറെ ബന്ധമുള്ള ഒരാളാണ്. ആ തിരുമലയുടെ ആവേശമാണ് പങ്കുവയ്ക്കുന്നത്. അജിത് ഷാദ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ BJPയുടെ സിറ്റിംഗ് സീറ്റുകൾ വലിയ തരത്തിലുള്ള ജനരോഷമുണ്ട്. ആ രോഷമൊക്കെ തന്നെ വോട്ടായി മാറും. അതിൽ ഏറ്റവും കൂടുതൽ തീർച്ചയായും നിർഭൻ സൂചിപ്പിച്ചതുപോലെ തിരുമലയിൽ LDF പ്രവർത്തകർ വലിയ വിജയപ്രതീക്ഷയിലാണ്. അവർക്ക് വളരെ ബേസുള്ള ഡിവിഷനാണത്. അവിടെ ആ അർത്ഥത്തിലുള്ള പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുമല അനിൽ എന്ന BJPയുടെ സിറ്റിംഗ് കൗൺസിലർ, ആ കൗൺസിലർ BJP നേതാക്കന്മാർക്കെതിരെ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് ജീവനൊടുക്കുന്ന സാഹചര്യം രൂപപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ കുടുംബം ആ അർത്ഥത്തിൽ കണ്ണീരിൽ വീണതാണ്. BJP നേതാക്കളൊക്കെ പുറംകാലുകൊണ്ട് അദ്ദേഹത്തിന്റെ ദുഃഖത്തെ അടിച്ചു കളഞ്ഞതാണ്. അദ്ദേഹം ദുഃഖം കൊണ്ട് താങ്ങാനാകാതെ വിഷമത്തിൽ ഒറ്റപ്പെടുത്തിയതിന്റെ വിഷമത്തിൽ BJP നേതാക്കൾക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി കൂടി അങ്ങനെ ഒറ്റപ്പെട്ടാണ് അദ്ദേഹം ജീവനൊടുക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത്. അതൊക്കെ വലിയ അർത്ഥത്തിലുള്ള വിവാദങ്ങളായി തെരഞ്ഞെടുപ്പ് വേളയിലാകെ തിരുമലയിൽ ആഞ്ഞടിച്ചതാണ്. അതൊക്കെ LDFന് ഗുണപരമായി തന്നെ എത്തും എന്ന പ്രതീക്ഷ കൂടിയുണ്ട്. കാരണം നീതി ലഭ്യമാക്കാൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇടപെടുന്ന ഒരു സാഹചര്യം കൂടി LDF എന്ന നിലയിൽ അവിടെ നടത്തിയിരുന്നു.